നമസ്കാരം. ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നേ. മെയിനായിട്ട് നമ്മുടെ 10th മെയിൻസ് ടൈം ടേബിളിനെ പറ്റി തന്നെയാ. ഇന്ന് ഡേ 7 തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണല്ലോ, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഡേ 7 ആണ്. അതായത് ഡേ 7 ടോപ്പിക്കേ നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ ഫ്രം സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് ടു 1956 പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1956 വരെയായിരുന്നു ടോപ്പിക്. ഇച്ചിരി വലിയൊരു ടോപ്പിക്കാണ്, നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കേണ്ട ടോപ്പിക്കാണ്. കുറെ കലാപങ്ങളും അതുപോലെ പ്രസ്ഥാനങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഇന്നലെ നമ്മൾ കുറച്ച് കാര്യം പഠിച്ചു. ഈ ഡേ 7 തന്നെ ഇന്നും കണ്ടിന്യൂ ചെയ്ത് അത് ദേശീയ പ്രസ്ഥാനങ്ങൾ വരെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നാളെ രാവിലെ പഠിക്കാൻ തരുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി ഇതെല്ലാം പറയുന്നത്. നോട്ടും സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. ടെലഗ്രാം ചാനൽ ഉറപ്പായിട്ട് നമ്മുടെ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ജോയിൻ ചെയ്തേക്കണം. എപ്പോഴും ഇങ്ങനെ പറയുകയാണ്, എനിക്ക് തന്നെ മടുത്ത് പറഞ്ഞു. അപ്പോൾ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് എവിടെ ഉണ്ട്? ഇവിടെ ഡിസ്ക്രിപ്ഷൻ. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എല്ലാ കാര്യവും അതുവഴിയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നാളെ രാവിലെ നമ്മളെ ഈ കേരള ചരിത്ര പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാഹിത്യ സ്രോതസ്സുകളെ പറ്റി പഠിക്കാറുണ്ട്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അത് രാവിലെ പഠിക്കും. രാവിലെ എത്ര മണിക്ക്? 4:30 മുതലാണ് പഠിത്തം തുടങ്ങുന്നത്. അപ്പോൾ ആ ടൈമിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുതരാം. പിന്നെ മറ്റന്നാൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ റിവിഷൻ ഡേ ആയിട്ടേക്കുന്നത്. പക്ഷെ നമ്മൾ റിവിഷൻ ഓൾറെഡി സൺഡേ റിവിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിവിഷൻ ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ കുറച്ച് ടോപ്പിക്ക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അന്നായിരിക്കും ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1956 എന്ന് പറയുന്ന ആ ടോപ്പിക്ക്. നമ്മുടെ ഒന്നാം കേരള മന്ത്രിസഭയും അതുപോലെ നിലവിലെ മന്ത്രിസഭയും ബാക്കി കാര്യങ്ങളൊക്കെ അന്നായിരിക്കും പഠിക്കുന്നത്. പിന്നെ സൺഡേ നമ്മുടെ വീക്ക്ലി റിവിഷനും ഉണ്ടായിരിക്കും. സാറ്റർഡേ നിങ്ങൾക്ക് ഒരു പരീക്ഷ ഉണ്ടല്ലോ, കുറേ പേരൊക്കെ എഴുതുന്നുണ്ട്. നമ്മുടെ ഈ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഡിഗ്രി പ്രിലിംസിന്റെ 3ാം ഘട്ട പരീക്ഷ. അപ്പോൾ അവർക്ക് ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ അവസാന വട്ട റിവിഷനിലേക്ക് കടന്നോളാം. എന്നിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ അങ്ങ് വന്നോളാം. ഓക്കെ. ഇപ്പോൾ പഠിച്ചു പോകുന്നത് നിങ്ങൾക്ക് കൂടെ തന്നെ പഠിക്കാം. കാരണം ഈ ടോപ്പിക്കും ഡിഗ്രി പ്രിലിംസിന് വരുന്ന കോമൺ ടോപ്പിക് അല്ലേ. ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷയ്ക്കും, BScയുടെ എല്ലാ പരീക്ഷയ്ക്കും വരുന്ന കോമൺ ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനെയായിരിക്കും ഈ കേരള ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. കേരള നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ എല്ലാവരെയും കൂടെയാണ്. ഇപ്പം ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മൾ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇട്ട് തരും. ആക്ച്വലി ഞാൻ എന്ന് പറയുന്ന എനിക്ക് ഞാൻ എന്ന് എപ്പോഴും വരത്തില്ല, നമ്മൾ എന്നേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നായിരിക്കും? ഫ്രൈഡേ തീർന്നില്ല എന്നുണ്ടെങ്കിൽ സാറ്റർഡേയും കൂടി ഒന്ന് ടൈം എടുത്ത്. കാരണം എനിക്ക് മനസ്സിലാവും, ഞാനും ഇതൊക്കെ പഠിച്ചതല്ലേ, കുറച്ച് തലയെ കയറ്റാൻ കുറച്ച് പാടുള്ള ഇതൊക്കെ തന്നെയാണ്, ടോപ്പിക് തന്നെയാണ്. പിന്നെ നിങ്ങളിൽ കൂടുതൽ ആൾക്കാർ, നമ്മുടെ ചാനലിൽ കൂടുതൽ ആൾക്കാരും വീട്ടമ്മമാർ, വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ജോലിയോടൊപ്പം പഠിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ. നമുക്ക് അത് വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ 100 ദിവസത്തെ ടൈം ടേബിളാണ് ഇട്ടേക്കുന്നത്. ഫെബ്രുവരി വരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ 100 ദിവസത്തെ ടൈം ടേബിൾ ഇട്ടേ. പിന്നെ ഫെബ്രുവരി കലണ്ടർ വന്നപ്പോൾ നമ്മുടെ 10th മെയിൻസിന്റെ പരീക്ഷ ഇല്ല. ഈ മാർച്ചിലോ ഏപ്രിലോ നടക്കും എന്ന് PSC ഉറപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ടൈം ടേബിൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ഹെക്റ്റിക് ടൈം ടേബിൾ ഒന്നും അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്ന് എടുത്ത് നോക്കാം. പിന്നെ എല്ലാ സിലബസും എന്ന് വെച്ചാൽ സിലബസിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ പാടാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കും കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് എന്നോട് ഡൗട്ട് ചോദിക്കുന്നതൊക്കെ എന്നാൽ കഴിയുന്ന വിധം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നുമുണ്ട്. ഞാൻ എല്ലാത്തിനും സമയം ഇങ്ങനെ കണ്ടെത്തും. നിങ്ങൾ നമുക്ക് തരുന്നൊരു ടൈം അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും അത് വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം റിപ്ലൈ ചെയ്യണം. കമൻസിനും അതുപോലെ തന്നെ മാക്സിമം റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ്. അത് തന്നെ ഭയങ്കര സന്തോഷം. ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഇട്ട് തന്ന് ഈ സമയത്ത് പഠിച്ചോ എന്നൊക്കെ ചോദിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ ആരെയും കിട്ടിയിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ 10th പ്രിലിംസ് എന്ന് വെച്ചാൽ 2021 10th പ്രിലിംസ് ക്രാക്ക് ചെയ്ത സമയത്ത് എനിക്ക് LDC കിട്ടണം എന്ന് പറഞ്ഞ് ഈ LDC ഈ വർഷം എഴുതുന്ന എല്ലാ പരീക്ഷകളും എനിക്ക് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 2021 10th പ്രിലിംസ് കഴിഞ്ഞ ഉടനെ അതെന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണല്ലോ. കഴിഞ്ഞ ഉടനെ ഞാൻ കമ്പൈൻ സ്റ്റഡിക്ക് കുറേ പേര്, എനിക്കിങ്ങനെ കമ്പൈൻ സ്റ്റഡിയും അതുപോലെ ആർക്കെങ്കിലും ഇങ്ങനെ പഠിപ്പിച്ചു പഠിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കമ്പൈൻ സ്റ്റഡിക്ക് ഞാനിങ്ങനെ ആളെ ഇങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോരോ ഒഴിവ് പറയും. അവിടെ സമയമില്ല, ഇവിടെ സമയമില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അതുപോലെ ജോലിയുണ്ട്, ജോലി കഴിഞ്ഞുള്ള സമയം. ഞാനും അന്ന് ജോലിക്ക് പോകുന്ന സമയമായിരുന്നേ. കഴിഞ്ഞ വർഷം വരെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു.
ഈ 10th പ്രിലിംസ് നടക്കുമ്പോഴും എല്ലാം ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റിസൈൻ ചെയ്ത് ഫുൾ ടൈം ഈ LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് തന്നെ ഇവരെല്ലാവരെയും കോൺടാക്ട് ചെയ്യുമായിരുന്നു. നമുക്ക് കമ്പൈൻ സ്റ്റഡി നടത്താം, എനിക്ക് ആരെങ്കിലും ഒന്ന് വേണമായിരുന്നു, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പൊളിക്കും എന്നുള്ള രീതിയിലാണ്. അങ്ങനെയൊന്നുമല്ല, എനിക്ക് പഠിക്കണമെന്ന് വെച്ചാൽ ഈ LDC ക്രാക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എല്ലാവരെയും കിടന്ന് ഇങ്ങനെ ഓഫീസിലിരിക്കുന്ന സമയത്തായാലും ഇങ്ങനെ കിടന്ന് വിളിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഒഴിവൊക്കെ പറയുമായിരുന്നു. എനിക്ക് ആരെയും കിട്ടിയിട്ടില്ല അന്ന് തന്നെ. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനാണ് ഇങ്ങനെ എല്ലാവരുടെയും പുറകെ നടക്കുന്നത്, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗൈഡായിക്കൂടെ എന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇറങ്ങിയത്. പിന്നെ ഞാൻ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് എന്ന് കയറിക്കൂടിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു ചിന്ത വന്നതിന് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പം നിങ്ങളെ എങ്ങനെയാണോ പഠിപ്പിക്കുന്ന ആ ഒരു ഗൈഡായിട്ട് ഞാൻ എന്നെ തന്നെ ഗൈഡ് ചെയ്തു. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ അത് ദൈവം സഹായിച്ച് അതിനുള്ള റിസൾട്ടും കിട്ടി. പിന്നെ ആ LDCയും ക്രാക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ കഴിഞ്ഞ വർഷം തന്നെ ഡിഗ്രി പ്രിലിംസ് ഞാൻ 3 പോസ്റ്റിനാണ് എഴുതിയത്. ആ 3ഉം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ഈ മാസം ഡിഗ്രി മെയിൻസ് പരീക്ഷയുണ്ട്. അപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഗൈഡ് ചെയ്ത് പഠിച്ചു. അപ്പം എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആരെങ്കിലും ഒന്ന് ഗൈഡ് ചെയ്യാൻ, ആരെങ്കിലും ഒന്ന് നമ്മളെ ഇങ്ങനെ സമാധാനിപ്പിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടായാൽ കൊള്ളാമെന്ന്. അപ്പോൾ എന്നെ തന്നെയാണ് ഞാൻ നിങ്ങളിൽ എല്ലാവരെയും കാണുന്നത്. അപ്പോൾ നിങ്ങളും അതാണല്ലോ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ എപ്പോഴായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് തോട്ട്സ് വരികയും പിന്നെ എൻ്റെ വേറൊരു വലിയൊരു ഇതെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണെന്ന് തോന്നുന്നത്. അതായത് നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ചിന്തയാണ്, അയ്യോ ഇത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പരീക്ഷ പെട്ടെന്ന് വരത്തില്ലേ. അത് ഭയങ്കര മണ്ടത്തരം ചിന്തയാണ്. ഇപ്പൊ ഡിസംബറിലാണ് പരീക്ഷ, നമുക്ക് അറിയത്തില്ലല്ലോ. PSC ഒരു 2 മാസം മുന്നേലേ പറയുന്നേ ഈ ഡിസംബറിലൊക്കെ ആയിരിക്കും പരീക്ഷയെന്ന്. അപ്പോൾ ഡിസംബറിലാണ് പരീക്ഷയെങ്കിലും നമ്മൾ ഫെബ്രുവരി തൊട്ടേ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. അടുത്ത മാസം പരീക്ഷ വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്പീഡിനെല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ അടുത്ത മാസം പരീക്ഷയില്ല. പിന്നെ അടുത്ത മാസം വീണ്ടും ടെൻഷനാണ്, അതിന്റെ അടുത്ത മാസം പരീക്ഷയാണോ. അത് വളരെ തെറ്റായിട്ടുള്ള, അത് എനിക്കും ഉള്ള പ്രശ്നമാണ്. വീണ്ടും പരീക്ഷ ഇപ്പൊ എങ്ങെത്തും, അയ്യോ ഇത് പഠിച്ചുകൊണ്ടിരുന്ന അത് പഠിച്ചു തീരൂ, അത് പഠിച്ചുകൊണ്ടിരുന്ന ഇത് പഠിച്ചു തീരൂ എന്ന് പറഞ്ഞ് ഭയങ്കര കൺഫ്യൂഷനാണ്. അങ്ങനെ ഒരു ചിന്ത പാടില്ല. PSC ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും എന്നുള്ളത് മനസ്സിനെ തന്നെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കാം. നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും എന്തായാലും പരീക്ഷ വരാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ ഫെബ്രുവരി വരെ കലണ്ടറിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാർച്ചിൽ നടക്കും, ഏപ്രിലിൽ നടക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതാണ്. PSCയുടെ ഇഷ്ടത്തിനല്ലേ അവർ നടത്തുന്നത്. ചിലപ്പോൾ മാർച്ചിൽ നടന്നാലായി, ചിലപ്പോൾ ഇത് ഈ പറയുന്നവർ ആയിരിക്കത്തില്ല, ചിലപ്പോൾ മാർച്ചിലായിരിക്കും നടക്കുന്നത്. അത് ഓരോരോ സാഹചര്യം വെച്ചല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും മുന്നിൽ കുറെ സമയമുണ്ട്, ആ സമയം നമ്മൾ വിനിയോഗിക്കണം. അല്ലാതെ ടെൻഷൻ അടിച്ച് എനിക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ഓരോ ദിവസവും ഇങ്ങനെ ആ കുറച്ച് സമയം ഇങ്ങനെ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി, പരീക്ഷയുടെ തലേ ദിവസമായി പരീക്ഷയും പോയി കുളമാക്കിയിട്ട് വരാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ പാടില്ല. പരീക്ഷയ്ക്ക് സമയമുണ്ട്, നമ്മൾ പഠിച്ച് എടുക്കും, റിവൈസ് ചെയ്യും. അങ്ങനെ ഒരു ഇത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാം. എന്തായാലും നമുക്ക് 100 ദിവസത്തിൽ കൂടുതൽ സമയം കിട്ടും, അതൊന്ന് മനസ്സിൽ ഉറപ്പിക്കാം. എനിക്കിങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഓവർ ടെൻഷനാണ്, അത് തീരോ ഇത് തീരോ. അത് ഈ ഒരു ചിന്താഗതിയുടെ കുഴപ്പം, അത് എല്ലാവർക്കും ഉള്ളു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ മാത്രം ചിന്താഗതിയല്ലല്ലോ, അപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. PSCയുടെ കാര്യമാണ്, നമുക്ക് സമയം കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിക്കാം. പിന്നെ വേറൊരു കാര്യം, ഓരോ ദിവസവും കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. ഇതിലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് തീർക്കാൻ പറ്റത്തില്ല. ഇതിലും കുറയ്ക്കൂ എന്ന് പറഞ്ഞാൽ ഇതിലെവിടെ ഇട്ട് കുറയ്ക്കാനാ? ഇതിലും കുറച്ച് കഴിഞ്ഞാൽ സമയത്തിന് തീർക്കാൻ പറ്റത്തില്ല. നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ. പിന്നെ കുറയ്ക്കും തോറും ഈ കൂടുതൽ പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എല്ലാവരുടെയും കൂടെയാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര കുറയ്ക്കുന്നോ അപ്പൊ നിങ്ങളുടെ സമയമാണ് വീണ്ടും ലാഗ് അടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു സമയബന്ധിതമായിട്ട് തീർക്കണ്ടേ. ഇപ്പം ഓരോ ദിവസവും ഞാൻ ഈ സിലബസിനെ മുറിച്ച് വളരെ ചെറിയ പോർഷനായിട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ ഡെയിലി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ SCERT സയൻസ് മാത്രമാണ് ഡെയിലി പഠിക്കാനുള്ളത്. പിന്നെ വേറൊരു ഡൗട്ട് ചോദിച്ചത്, ഈ SCERT സയൻസ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചായിരുന്നു. സയൻസ് ടോപ്പിക്കായിട്ട് പഠിക്കത്തില്ലേ? ഉണ്ട്. ഇനി വരുന്ന നമ്മുടെ ടൈം ടേബിൾ എടുത്ത് നോക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മുടെ സിലബസ് ഇനി വരാൻ പോവാ, ഓരോ ടോപ്പിക്കായിട്ട് വരാൻ പോവാ. അതിന് മുന്നേ നമുക്ക് ഈ സയൻസ് എല്ലാ ദിവസവും പഠിച്ചു തീർക്കണം. ഈ SCERT സയൻസ് 12 മാർക്കിന് സയൻസിൽ നിന്ന് 12 മാർക്കിന് ആയതുകൊണ്ട് നമുക്ക് ഓടിച്ചിട്ട് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഓരോ ദിവസവും മുറിച്ച് നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് പുറത്തിറക്കിയ ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര എന്ന് പറയുന്ന പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്ത് അത്രയും തറവാക്കിയിട്ടാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചു പോകുന്നത്. ബുക്കിന്റെ കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയണ്ടല്ലോ, ഒന്നുകൂടെ പറഞ്ഞേക്കാം. ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ നമ്മുടെ SCERT സയൻസ് ഇല്ലേ, 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചാപ്റ്റർ വൈസ് ആയിട്ട് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ രീതിയിലാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ടേ.
അപ്പോൾ അതാണ് ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര. പുസ്തകം വാങ്ങുക, ഓരോ ചാപ്റ്ററുടെ അടുത്ത് ഓരോ ദിവസം ഞാൻ നമ്മുടെ ടൈം ടേബിൾ ഓരോ ചാപ്റ്റർ തരത്തില്ലേ, അത് പഠിച്ചതിന് ശേഷം ബുക്ക് എടുക്കുക, അതിനകത്തെ ഈ ചാപ്റ്റർ എടുക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും സെറ്റ് ആവും. അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം. സയൻസ് ഈസി ആവും. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് കൂടി സയൻസ് ഈസി ആവും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ മസ്റ്റ് ആയിട്ട് ഒന്ന് കയറി ജോയിൻ ചെയ്യണേ. എനിക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോയിൽ വന്ന് ഇങ്ങനെ ഡേ 7 സ്പ്ലിറ്റ് ചെയ്തു, ഡേ 8 നാളെ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ടെലഗ്രാമിൽ കയറി മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്തേക്കാം. ഓക്കെ, പിന്നെ ഇന്ന് പരീക്ഷയുണ്ട്. ഇന്ന് പഠിക്കാൻ തന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് പരീക്ഷയുണ്ട്. പരീക്ഷ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എല്ലാവരും എല്ലാ ദിവസവും പരീക്ഷ അറ്റൻഡ് ചെയ്തിരിക്കുക. ഓക്കെ, ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. കൂടെ തന്നെ കാണാം. വീണ്ടും കാണാം. ബൈ.